അടുത്തത് 101ാമത്തെ ചോദ്യം എന്താണ്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന വികാസനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? എന്താണ് ആൻസർ? മുത്തും സ്വത്തും പറയുന്ന ആൻസർ എനിക്ക് കിട്ടിയാൽ മതി. എന്താണ് ആൻസർ? 101ാമത്തെ ഓപ്ഷൻ സി ആണ് അല്ലെ. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റമാണ് വികാസം എന്ന് പറയുന്നു. അതല്ലേ? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അങ്ങനെ 103 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് പറ? എന്താണ്? സോഷ്യോമെട്രിക് ടെക്നിക്സ് അല്ലെ. ഏതാണ്? സാമൂഹ്യ ബന്ധ പരിശോധനകൾ. ഓപ്ഷൻ ബോയ് ആണ്. ബോയ് ആണ് ആൻസർ. എന്താണ്? ബോയ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? ബോയ് എന്താ, ഡോഗ് എന്താന്ന്? വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ഏതാ വരിക? ഏതാണ് വരിക? ഓപ്ഷൻ സി വരില്ലേ? ഏതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് ആൻസർ. ഓപ്ഷൻ സി. പ്രക്രിയാധ്യാപനമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് വരിക. ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? പരിണിത രൂപങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് അല്ലെ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. 105ാമത്തെ നിർദ്ദേശക രഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിന്റെ പ്രയോക്താവ് ആരാണ്? 105ാമത്തെ ചോദ്യം. ഏതാ വരിക? ഓപ്ഷൻ ബി വരുവോ? കാൾ റോഗേഴ്സ് വരും. ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക. താഴെ ബി പറഞ്ഞത് എന്താണ്? ബോയ്. ബോയ് ട്ടോ. ബോയ് ആണ്. ബോയ് ആണ് വരിക. ബോയ്. ബോയ് ആണ് കാൾ റോഗേഴ്സ്. ഓക്കെ ആണോ? താഴെ പറയുന്നതിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ്? എന്താണ്? ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. നിങ്ങളെ പോലെ ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുക. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? അങ്ങനെ 107ാമത്തെ ചോദ്യം എന്താണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസന ഘട്ടത്തിന്റെ സവിശേഷതകളാണ്? ഏതാണ്? ഏതാ വരിക? ബോയ് ആണ് വരിക. എന്താണ്? ഓപ്ഷൻ ബോയ് ആണ് വരിക. എന്താണ്? പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലേ. ബോയ് ആണ് ആൻസർ കേട്ടോ. ബോയ് വരെ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് ബോയ് ആണ് ബി ആണ് അർത്ഥം, ഡോഗ് ആണെങ്കിൽ ഡി ആണ് അർത്ഥം. ക്ലിയർ ആണോ? എന്താ ഒരു പുഞ്ചിരി നിങ്ങൾക്ക്? എടാ കമന്റ് ലൈക്ക് കിട്ടെ. എന്താണ് ഈ അട്ടഹാസം കാണിക്കുന്നത് നിങ്ങള്? 800 പേരുണ്ടായിട്ട്. ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത്? ഏതാണ്? ഈ മക്കൾക്ക് ഓർക്കം. ഞാൻ പാട്ട് പാടണോ മക്കളെ? എന്താ പാട്ട് പാടണോ? ഏതാണ്? ഓപ്ഷൻ ഡി വരും അല്ലെ. ഡോഗ് ആണ് ആൻസർ. എന്താണ്? ഡോഗ് ആണ് ആൻസർ. എന്താണ്? സമഗ്രതാവാദം. ഓപ്ഷൻ ഡി ആണ്. ഡോഗ് ആണ് ആൻസർ. ഡോഗ് നിങ്ങൾ കണ്ടില്ല എന്ന് പറയുക അല്ലെ. ഇതാണ് ഓപ്ഷൻ ഡി ട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ.
ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസന ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? സൈക്കോസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ ബി വരും അല്ലെ. ഏതാണ് ഓപ്ഷൻ? ബോയ് ആണ് വരിക. എന്താണ്? ഫാലിക് സ്റ്റേജ്. ഏതാണ്? ഫാലിക് സ്റ്റേജ് ആണ് ആൻസർ. ഏതാ വരിക? ബോയ് ആണ് ആൻസർ കേട്ടോ. എന്നെ കൊണ്ട് നിങ്ങൾ ബോയ് ഉണ്ടോ പറയിപ്പിക്കുന്ന അവസ്ഥ എത്തിച്ചു. സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റി അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്താ പ്രക്രിയ ഏതാണ്? ഏത് പ്രക്രിയയാണ് ചിന്താ പ്രക്രിയ? ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. വിവിധ ചിന്തനം അല്ലെ. ഏതാണ് വരിക? ഡൈവേർജന്റ് തിങ്കിങ് അല്ലെ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഈ ബി.എഡ് പഠിച്ചവർക്കാണ് ഒരു ബുദ്ധിമുട്ട് ടേംസ് ഒക്കെ പഠിക്കാം അല്ലെ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ അല്ലെ. എന്താണ് അടുത്ത ചോദ്യം? സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയെയാണ്? ക്യൂമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെന്ററി, സർവേ രീതി, പിന്നെ അവിടെ എന്താണ്? കേസ് സ്റ്റഡി ആയിരിക്കും ആൻസർ അല്ലെ. ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? കേസ് സ്റ്റഡി ആണ് അല്ലെ. ഓക്കെ. ബി.എഡുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഈ ടേംസ് ഒക്കെ ഒന്ന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല അല്ലെ. ഡെവലപ്മെന്റ് ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? കേസ് സ്റ്റഡി ഡോഗ് ആണ് കേട്ടോ. ഓക്കെ. ഡെവലപ്മെന്റ് ടാസ്ക് ഏതാണ്? ഓപ്ഷൻ ഡോഗ് ആണ് വരിക. എന്താണ്? റോബർട്ട് ഹാവിഗസ്റ്റ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡോഗ് ആണ്. ഡി ആണ് കേട്ടോ. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? നോക്കിയേ. ആൻസർ ഞാൻ പറയുന്നുണ്ടല്ലോ. ആൻസർ എല്ലാം പറയുന്നല്ലോ. ഏതാണ് വരിക? ഓപ്ഷൻ ബോയ് ആണ്. 1, 4, 2, 3 അല്ലെ. ഏതാണ് നോക്കട്ടെ. ഒന്നാമത്തെ ഏതാണ് വരിക? ആദ്യം പഠന പ്രശ്നം ഏറ്റെടുക്കൽ അല്ലെ. രണ്ടാമത്തെ പരികല്പന. മൂന്നാമത്തത് ദത്തങ്ങൾ ശേഖരിക്കുക, കളക്ഷൻ ഓഫ് ഡാറ്റ. നാലാമത്തതാണ് എന്ത് വരിക? നിഗമനങ്ങൾ രൂപീകരിക്കൽ. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. 1, 4, 2, 3 എന്ന രീതിയിലാണ് വരിക. അടുത്ത് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ് എന്നാണ് ചോദ്യം. ചോദ്യം നോക്കിയോ. ആൻസർ ഞാൻ പറയാം ഇവിടെ. ഏതാണ് ആൻസർ വരിക? പറയാത്ത മുമ്പ് ഇവിടെ ആൻസർ കാണാത്ത മുമ്പ് ഉത്തരം ബി ആണെന്ന് എങ്ങനെ പറയും നിങ്ങൾ മക്കളെ? ആൻസർ ഏതാ വരിക? ശാരീരിക ആവശ്യമാണ്. ഓപ്ഷൻ ഏതാ വരിക? 114ാമത്തെ ചോദ്യം എ ആണ് വരിക. എന്താണ്? സുരക്ഷിതത്വം. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. ഒരു കാടിന്റെ ഒരു വശത്ത് മാമ്പഴത്തിന്റെ എന്താണ് ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണവും ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമെങ്കിലാണ് മക്കൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അവസ്ഥ. ഏതാണ്? കണ്ടീഷണൽ തിയറി അല്ലെ. അനുബന്ധന സിദ്ധാന്തം. ഓപ്ഷൻ ഡി ആണ് വരിക. ഡോഗ് കേട്ടോ. 116ാമത്തെ ചോദ്യം എന്താണ്? വൈകാരിക മാനം, ഇമോഷണൽ കോൺഷ്യന്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആരാണ് മക്കളെ? ഓപ്ഷൻ ബി വരും അല്ലെ. ഡാനിയൽ ഗോൾമാൻ അല്ലേ വരിക? ഡാനിയൽ ഗോൾമാൻ ആണ് വരിക. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട്
കാഴ്ചപ്പാട് എന്താണ്? എന്താണ് കാഴ്ചപ്പാട്? ആരുടേതാണ് മക്കളെ? രണ്ടുവരി പാടാണ്, രാവിലെ തന്നെ വേണോ? ഇന്ന് പാട്ടൊന്ന് ഇങ്ങനെ പാട. കടലിനക്കര പോണോരെ പാടണോ? കാണാ പൊന്നിനെ പോണോരെ പാടണോ? വേണ്ട എന്നോ? ആൻസർ ഏതാ പറ. ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? വൈഗോട്സ്കി ആണ് അല്ലെ. പാട്ട് വേണനോ? അല്ലെങ്കിൽ മാനസമൈനെ അറിയാലോ? വേണ്ട. അടുത്തത്, തന്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി. എന്താണ് ആ ബാക്കി വ്യക്തിയുടെ പേര്? കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ പറയും. ഏതാ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ്? ഇൻസ്ട്രുമെന്റ് റിലേറ്റീവ് അല്ലെ, റിലേറ്റിവിസ്റ്റ് ഓറിയന്റേഷൻ അല്ലെ. ഓപ്ഷൻ സി, ഡി അല്ല, ഡി ആണോ വരിക? നോക്കാം. ഓപ്ഷൻ ഡി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. 118 ഏതാ വരിക? പ്രായോഗിക അപേക്ഷിതത്വല്ലേ വരിക? ഓപ്ഷൻ ഡി അല്ലേ വരിക? ഓക്കെ. ഡി ആണെന്ന് പറഞ്ഞു. 119 ആദ്യ ബാല്യ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത്? നൂറ്റി 19 ചോദ്യം ഏതാ വരിക? നൂറ്റി 19 സി അല്ലേ വരിക? എന്താണ്? സാമൂഹികപരമായ പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക അല്ലെ. 119 ഷുവർ ആണോ? ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏത്? ഞാൻ ക്വസ്റ്റ്യൻ നോക്കി, അതാ ഞാൻ ചോദിക്കാൻ കാരണം. ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി വരുമോ? വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ലേ ആൻസർ വരിക? ക്വസ്റ്റ്യൻ നോക്കിയേ. ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ ടാസ്കുകളിൽ ഒരു മിനിറ്റ് നടക്കാൻ പഠിപ്പിക്കൽ, ലിംഗവ്യത്യാസം മനസ്സിലാക്കുക, വിസർജന നിയന്ത്രിക്കുക. മൂന്ന് മുതൽ 6 ഏർലി ചൈൽഡ്ഹുഡ് അല്ലേ? നടക്കാൻ പറ്റുമല്ലോ. മൂന്ന് വയസ്സ് മുതൽ 6 വയസ്സ് നടക്കാൻ പഠിക്കുള്ളൂ. സി ആണ് ആൻസർ അല്ലെ. സി ആണ് കേട്ടോ. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ ആയി വരുന്നുണ്ട്.
3 മുതൽ 6 വയസ്സാവുമ്പോൾ വിസർജനൊക്കെ പഠിക്കൂലേ? നടത്തം ക്ലിയർ ആക്കി കഴിഞ്ഞു, അച്ചീവ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഡി ഷുവർ ആയിട്ടാണ് വരുന്നത് കേട്ടോ, ഡി ആയിട്ട് തന്നെയാ വരുന്നത്, ഉൾപ്പെടാത്തല്ലേ. നടത്തം നോക്കിയേ, നടത്തം ആദ്യം തന്നെ പഠിക്കും. ഡി ആണ് ആൻസർ വരിക മക്കളെ. വിസർജന പ്രക്രിയ നിയന്ത്രിക്കുകയല്ല ആൻസർ വരിക. ഈ 3 വയസ്സിന് മുമ്പ് നമ്മൾ അടക്കില്ലേ? നമുക്കിതൊരു ഡൗട്ട് 119 ഡൗട്ടായി ഇടാം കേട്ടോ. ഡൗട്ടായിട്ട് ഇടാം. 119ാമത്തെ ചോദ്യം 1 മാത്രമാണ്. എനിക്ക് എന്തോ ഡി ആണ് ആൻസർ തോന്നുന്നു, വിസർജന പ്രക്രിയ നിയന്ത്രിക്കലാണ് ആൻസർ തോന്നുന്നു. നോക്കാം. 119 ഓപ്ഷൻ ഡൗട്ടായി ഇടാം കേട്ടോ. ഇതാണോ? പെടാത്തതാണ് ആൻസർ. നോക്കാം. ഞാൻ PYQ കണ്ടതിലും PSC കണ്ടതൊക്കെ ഡി ആണ്. അവിടെ എന്താണ് നിയന്ത്രിക്കുക എന്നല്ലേ ഉള്ളത്. സി എങ്ങനെ വരും? സി വരും 6 വയസ്സാകുമ്പോൾ സാമൂഹിക പെരുമാറ്റം ഉണ്ടാവോ എന്ന് ചോദിക്കുന്നു. നോക്കാം. ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ, കുറച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സാർ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പിൻ ചെയ്ത് തന്നാ മതിയോ? ഇതിൽ മക്കളെ ഉൾപ്പെടാത്ത ചോദിക്കുന്നത് ഡി ആണ് വരികയാണെങ്കിൽ സി എന്താണ്? സി ഏതിലാണ്? ശൈശവത്തിന്റെ അല്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ, സമയം കളയുന്നില്ല. ക്രിയാ ഗവേഷണത്തിലെ ഉപജ്ഞാതാവ് ആരാ മക്കളെ? സ്റ്റീഫൻ എം കോറി ആണ് അല്ലെ? ഏതാ വരിക? ഓപ്ഷൻ ബി വരും, ബോയ് ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ബി വരും കേട്ടോ. അടുത്ത ചോദ്യം, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത്? പെടാത്തതേത്? 121 ഏതാണ്? ബി ആണ് വരിക, ബോയ് ആണ് വരിക അല്ലെ? ഏതാണ്? അബ്നോർമൽ സൈക്കോളജി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. അപസാമാന്യ മനോശാസ്ത്രം. ക്ലിയർ ആണോ? 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി ടിയാഷിയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ഏതു പരിമിതിയിലാണ് ഉള്ളത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ? ഏതാ വരിക? 122 ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? ഓപ്ഷൻ എ അല്ല വരിക, പ്രത്യാവർത്തന ചിന്ത. ഓപ്ഷൻ എ ആണ് വരിക. താഴെ കൊടുത്തവയിൽ അഭിക്ഷമത പരിശോധനയ്ക്കുള്ള ശോധകം ഏതാണ്? ഏതാണ്? 123ാമത്തെ ആൻസർ ഏതാ വരിക? തിമാറ്റിക് വരില്ലല്ലോ, വരുവോ? നൂറ്റി 123ാമത്തെ ആൻസർ ഏതാ വരിക മക്കളെ? ലാസ്റ്റ് ഓപ്ഷൻ കാണുന്നില്ല എന്നാണ്, സോറി കേട്ടോ. ലാസ്റ്റ് ഓപ്ഷൻ ഏതാ വരിക? വിരൽ വേഗത പരീക്ഷ, ഫിംഗർ. ഏതാ വരിക? ഏതാ വരിക?
അപ്പൊ ആൻസർ കിട്ടിയില്ല. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡോഗ് ആണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്താണ്? വിരൽ അല്ലെ, വേഗതയല്ലേ, ഇതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത 124 സർഗാത്മകതയ്ക്ക് 4 ഘട്ടങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറഞ്ഞ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലമാണോ? വാചാലതയാണ്, വഴക്കമാണ്, ഭംഗിയാണ്, പുതുമയാണ്? ഏതാണ് വരിക? 124 ചോദ്യം ഓപ്ഷൻ സി വരും അല്ലെ. എന്താണ്? ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? 125 ചോദ്യം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്വം, റിലേറ്റീവ് പ്രിൻസിപ്പിൾ, സന്മാർഗ തത്വം, എന്താണ്? മൊറാലിറ്റീസ് പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവ ആണ്? ഏതാണ് മക്കളെ? ഓപ്ഷൻ സി വരും അല്ലെ. ഈഗോവും സൂപ്പർ ഈഗോവും അല്ലെ. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപനവും മേഖലയും തമ്മിലുള്ള ശരിയായ ബന്ധം ഏതാണ്? സൈക്കോ അനാലിറ്റിക്കൽ തിയറി, കാൾ റോബസ് അല്ല, പേഴ്സണൽ തെറാപ്പി. ഓപ്ഷൻ ഡി നോക്കട്ടെ. ശരിയായ ബന്ധം ഏതാണ്? നോക്കിയേ, ഇപ്പൊ ഏതാ ആൻസർ വരിക? 126 ഓപ്ഷൻ ഡി അല്ലേ. എന്താണ്? കോഗ്നിറ്റീവ് തെറാപ്പി അല്ലേ, ആറോൺ ബൈക്ക് അല്ലേ. 126 ഡി ആണ് അല്ലെ. ശരിയായ ബന്ധമാണ് 126. ദെൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് വരിക, വില്യം വൂൺസ് അല്ലെ. ദെൻ അഭിപ്രേരണ നിർണയിക്കുന്ന ഘടകം ഏത്? അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകം ഏതാണ്? പരാജയ ഭീതി, മത്സരം, അഭിരുചി, ഏതാ വരിക? ഇവയെല്ലാം വരും. ഓൾ ഓഫ് ദിസ് അല്ല, എല്ലാം വരും അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരിക, ഡോഗ് ആണ് വരിക കേട്ടോ. അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയാണ്? ഏതാ വരിക? ഓപ്ഷൻ സി വരും അല്ലെ. ചാക്രിക ആരോഹണം അല്ലെ വരിക. ഓപ്ഷൻ സി ആണ് വരിക. ദെൻ എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹ്യ സിദ്ധാന്തം അനുസരിച്ച് ഏതു ഘട്ടത്തിലാണ്? ഏതു ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി വരും അല്ലെ. മുൻകൈ എടുക്കൽ, കുറ്റബോധം. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ദെൻ താഴെ പറയുന്നതിൽ വ്യക്താന്തര ബുദ്ധിയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഏതാ പറയാ? 131 തന്നെ കുറിച്ചുള്ള ബോധം അല്ലെ. ഓപ്ഷൻ എ ആണ് വരിക. ദെൻ താഴെ കൊടുത്തിരിക്കുന്നത് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏതാണ്? ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ. എന്താണ്? സ്വത്താവിഷ്കരണമാണ് വരിക. ക്ലിയർ ആണോ? ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷണത്തിന്റെ ആൽപോർട്ട് നൽകുന്ന പേര്? ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്, ബോയ് ആണ് വരിക അല്ലെ. ഡി ഇവിടെ കാണും, നോക്കട്ടെ ഡി എന്താണെന്ന്. സർഫസ് റേറ്റ്സ് ആണോ? അല്ല. ഏതാ വരിക? ബി അല്ലേ വരിക. മുഖ്യ സവിശേഷതകളല്ലേ. ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. കാർഡിനൽ ട്രേറ്റ്സ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ്. ദെൻ
താഴെ പറയുന്ന ഓരോ ഉദാഹരണവും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നു. അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്. പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. 134. നോക്കിയേ, 4 ഓപ്ഷൻ അവിടെ തരാം കേട്ടോ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ കാണുന്നുണ്ടോ? നോക്കാം, ഏതാണ് വരിക? ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. കാണുന്നുണ്ട് ഓപ്ഷൻ? പിന്നെ കിട്ടാത്തവരൊന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് സ്പീഡിലിട്ട് നോക്കിയാൽ മതി കേട്ടോ. താഴെ പറയുന്ന പഠന ശൈലികൾ പെടാത്തത് ഏത്? കണ്ടുപിടിക്കൽ, ഉരുവിട്ട് പഠിക്കൽ, കേട്ട് പഠിക്കൽ, ചെയ്തു പഠിക്കൽ. ഏതാ വരിക പെടാത്തത്? ഓപ്ഷൻ ബി വരും, ബൈ ഹേർട്ട് ലേണിംഗ് അല്ലെ? ഉരുവിട്ട് പഠിക്കൽ. ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരം ഒരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? നോക്കിയേ, നമുക്ക് നോക്കാം. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ വരും അല്ലെ? എന്താണ്? പ്രശ്നോദിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഏതാ വരിക? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം അല്ലെ? ഓപ്ഷൻ ബി ആണ്, ബോയ് ആണ് വരിക കേട്ടോ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളുടെ പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിന്റെ സന്മാർഗ സിദ്ധാന്തം അനുസരിച്ച് ഏതു ഘട്ടത്തിൽ നിൽക്കുന്നു? ഏതു ഘട്ടത്തിൽ നിൽക്കുന്നു? ഏതാ വരിക? ഓപ്ഷൻ സി വരും, സർവജ്ഞനിജനിന സദാചാര തത്വം. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി അല്ലേ വരിക? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഓരോ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? ഏതാ വരിക? ഡി വരും അല്ലെ? എന്താണ്? പിയാഷോ, ബ്രൂണർ, വൈഗോട്സ്കി എന്ന രീതി അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരിക. ഡോഗ് ആണ്, ഡോഗ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പഠന വൈകല്യങ്ങളിൽ പെടുന്നത് ഏത്? ഏതാണ് പെടുന്നത്? നൂറ്റിനാൽപ്പതാമത് ചോദ്യം. ഏത് ആൻസർ വരിക? എ ആണ് വരിക, ആലേഖന വൈകല്യം. ഓപ്ഷൻ എ ആണ് വരിക, ആലേഖന വൈകല്യം. താഴെ പറയുന്നതിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത്? പഠന വൈകല്യം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഏതാണ്? നോക്കിയേ, ഡിസ്ലെക്സിയ, അനോക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഏതാണ് വരിക? ഓപ്ഷൻ ഏതാ വരിക? അനോറെക്സിയ അല്ലെ? ഓപ്ഷൻ ബി ആണ്, അനോറെക്സിയ ആണ് വരിക. ഓപ്ഷൻ ബി ആണ് വരിക. 142ാമത്തെ ചോദ്യം എന്താണ്? കുട്ടികളിൽ സർഗാത്മക പരിപോഷിക്കുന്നത് അനുയോജ്യമായ സമീപനമാണ്. ഏതാണ്? 142.
അനോറക്സിയ എന്താണെന്നോ? അനോറക്സിയ എന്താണ്? വിശപ്പില്ലായ്മയല്ലേ വരിക? 142 ഏതാ മനസ്സിലായി? അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുക. ഡോഗ് ആണ് ആൻസർ. ഏതാണ്? ഡി ആണ്. 142 ഡോഗ്, ഡി ആണ് ആൻസർ കേട്ടോ. അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു അല്ലെ? പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ഉള്ളവയോട് പോലെ ഗുണങ്ങളുള്ളൂ എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്ന ഏതു ഘട്ടത്തിലാണ്? ഗുണങ്ങളുണ്ട് എന്ന് വരും അവിടെ അല്ലെ? അവിടെ ഡാ ചേർത്തോട്ടാ. ഏതാ വരിക? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുവോ? പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ സി അല്ലേ വരിക? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ? പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് ആൻസർ. ക്ലിയർ ആണോ? ദെൻ പഠനവേളയിൽ വിദഗ്ധരായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ വരും, വൈഗോട്സ്കി വരും. എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ ആണോ? വിവരചന ചിന്തനം അല്ലെ? ഡൈവേർജന്റ് തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവിൽ ഏതാണ്? 145 ചോദ്യം. ഏതാ ആൻസർ വരിക? 145 ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലേ വരിക? ത്രിമുഖ സിദ്ധാന്തം അല്ലേ വരിക? ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? ത്രിമുഖ സിദ്ധാന്തം. ക്ലിയർ ആണോ? അടുത്ത്, ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്. അവിടെ കൊണ്ടാണ് കേട്ടോ. ഉണ്ട്. ഡാ എപ്പോഴും എയിംസിൽ ഒരു വീക്ക് പോയിന്റ് ആണെന്ന് കൂടി മനസ്സിലാവും. പെട്ടെന്ന് ഡാ വരില്ല. ഏതാ ആൻസർ വരിക? 146 ചോദ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? എന്ത്? ആപ്റ്റിറ്റ്യൂഡ് അല്ലെ? അഭിക്ഷമത. എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? ഓപ്ഷൻ ബി വരും. പേടി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. ക്ലിയർ ആണോ? ബി ബോയ് ട്ടോ. ബി ബോയ് ആണ്. ഫ്രോയിഡിന്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം എനിക്ക് പറ്റിയതാണ് അല്ലെ? ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? 148 ചോദ്യം. ഓപ്ഷൻ ഡി വരുവോ? റിപ്രഷനിലാണ് വരുക? ദമനമാണോ? ഓപ്ഷൻ ഡി ആണ്. ഡോഗ് ആണ് വരിക അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരിക. തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരപോഷിക്കാനുള്ളതാകുന്നു? ഓപ്ഷൻ സി വരും അല്ലെ? ഗണിതാപരം യുക്തിചിന്താപരവുമായ ബുദ്ധി. ഓപ്ഷൻ സി വരും അല്ലെ? ഇതാണ് ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവർ പ്രധാനി 6 വിശദീകരിച്ചവർ ഏതാണ്? ഹിപ്പോക്രാറ്റസ്. ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ.